ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് പുഡിംഗ് ഉണ്ടാക്കലാണ്. പുഡിംഗ് ഞാൻ അറേബ്യൻ പുഡിങ്ങും ഈവൻ കാരമൽ പുഡിങ്ങും ആണ് ആക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഏച്ചി പ്രഗ്നൻ്റ് ആണ്. ഒരു 8 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുഡിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തണുപ്പും പനിയെല്ലാം പിടിച്ചിട്ട് എനിക്ക് ഓളെ അടുത്തേക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ സൈഡായിട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഓള് ഇന്നില്ല, ഓള് വീട്ടിലേക്ക് തിരിച്ചു പോയി. എനിക്ക് എഴുന്ന് പുഡിങ് ആക്കിയിട്ട് ഓൾക്ക് കൊണ്ടു കൊടുക്കണം. അപ്പൊ ഇവന്റെ പുഡിങ് ആണോ നല്ലത്, എന്റെ പുഡിങ് ആണോ നല്ലത് നോക്കണം. കാരണം ഞാൻ ഇവൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഓള് അറിയില്ല, ഓളോട് പറയില്ല ഏതാണ് ഞാൻ ആക്കിയത് ഏതാണ് ഇവനാക്കിയത് ഏതാണെന്നൊന്നും പറയുന്നില്ല. അതോട് പറയട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പാല് കാച്ചണം. അപ്പം നമുക്ക് ഇതിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് കസ്റ്റാർഡ് പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, ഫ്രഷ് ക്രീം, പിന്നെ ബ്രെഡ്. അപ്പം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇടാം. കസ്റ്റാർഡ് പൗഡർ 3 ടീസ്പൂണാണ്. ഞാൻ വാങ്ങിച്ച ഫ്ലേവർ മാംഗോൻ്റെ ആണ്. ഓൾക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മാംഗോൻ്റെ ഫ്ലേവർ വാങ്ങിച്ചത്. അതിലേക്ക് നമുക്ക് ഇനി കാച്ചി വെച്ച പാൽ ഒഴിക്കാം. ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഓൾക്ക് ഈ സമയം ഷുഗർ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഷുഗറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓൾക്ക് പക്ഷേ മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മധുരം കുറവാന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റം പറയുന്നൊന്നും അറിയില്ല. നമ്മൾ എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച മിക്സ് പാലിലേക്ക് ആഡ് ചെയ്ത് ഇത് കുറച്ച് ശ്രദ്ധിക്കണം, കട്ടയാവാണ്ട് നോക്കിയിട്ട് നല്ലോണം ഇളക്കി ഇതുപോലെ എടുക്കണം. സത്യത്തിൽ ഓളുണ്ടാക്കിയത് എനിക്ക് വെച്ചിട്ടാണ് ശീലം. ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഓൾ കഴിക്കാൻ പോകും. ഇത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും വാനില എസൻസും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗം കട്ട് ചെയ്തെടുക്കാം. പണ്ട് എനിക്കും എൻ്റെ ഏച്ചിക്കും വഴക്കിടല മെയിൻ പോകും. ഞാനോടെ ഏച്ചിന്നൊന്നും വിളിക്കലില്ല, ഞാനോടെ എടീന്നല്ലേ വിളിക്കൽ. പക്ഷെ എനിക്ക് ഓളോരോ ഫുഡെല്ലാം ഉണ്ടാക്കി തരും കേട്ടാ. സ്നാക്സും എല്ലാം എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. യൂട്യൂബെല്ലാം നോക്കിയിട്ട് പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി തരും. ഞാനും ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പം നമുക്ക് കട്ട് ചെയ്ത ബ്രെഡിലേക്ക് നേരത്തെ പാല് വെച്ച് ഉണ്ടാക്കിയ മിക്സ് ആഡ് ചെയ്യാം. മിൽക്കും ഫ്രഷ് ക്രീമും മിക്സ് ചെയ്തത് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ ആദ്യം ബ്രെഡ് വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ലെയർ ചെയ്ത് വെക്കാം. ഞാൻ 3 ലെയറാണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓൾക്ക് മാത്രം കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഓളെ വീട്ടുകാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ 3 ലെയർ ആക്കിയത്. അപ്പം നമ്മുടെ പുഡിംഗ് റെഡി ആയി ഗൈസ്. ഇനി ഇത് നമുക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നോക്കാം. പുഡിങ് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ ആശാൻ്റെ പണി തുടങ്ങി. കണ്ടപ്പോൾ തന്നെ എനക്കൂടെന്തോ ഒരു അപാകത ഫീൽ ചെയ്തു. നമ്മൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിട്ടേ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയി. പിന്നെയാണ് സംഭവം മനസ്സിലായത്, ഷുഗറിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമുക്കങ്ങനെ ചെറുതായി പണി കിട്ടി. ആദ്യം പഞ്ചസാര ഉരുക്കേണ്ടി വന്നു. പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഭയങ്കര ആറ്റിറ്റ്യൂഡേനും. ഇപ്പം ഈ മുഖത്ത് അത് കാണാനില്ല. അങ്ങനെ ബാക്കി ഷുഗറും കൂടി അതിൽ ആഡ് ചെയ്ത് ഉരുക്കിയപ്പോൾ ഏതാണ്ട് സെറ്റായി. ഈ പുഡിങ് കേക്കൊക്കെ ടേസ്റ്റ് ചെയ്യാനോ ഉണ്ടാക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏച്ചിയായിട്ട് വഴക്കിടലുണ്ട് പണ്ട്. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഓളെ മോള് തുറുക്കിയായിട്ടാണ് ഞാനിപ്പോൾ എത്തും. മോൾക്ക് പക്ഷെ പുഡിങ്ങൊന്നും ഇഷ്ടമല്ല, കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം കേക്ക് ആക്കി കൊടുക്കണമെന്നുണ്ട്. ഇത് സക്സസ് ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ട് മതിയല്ല അടുത്ത പരീക്ഷണം. അങ്ങനെ ബ്രെഡും വാനില എസൻസും മിൽക്ക് മേടും മുട്ടയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. എൻ്റെ പുഡിങ് ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും എടുത്തില്ല. എൻ്റെ പുഡിങ്ങിലാണ് കുറേ സമയം പോയി. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച മിക്സ് റെഡിയായി. ഇനി ഇത് എയർ ഫ്രയറിൽ 30 മിനിറ്റ് വെക്കണം. പക്ഷെ ഞാനും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നോക്കിയപ്പോൾ സമയം വേഗം പോയി. അങ്ങനെ നമ്മളെ ഋതിൻ്റെ കാരമൽ പുഡിങ് റെഡിയായി. ഓൻ്റെ മുഖത്ത് കണ്ട് ചിരിയെല്ലാം വെറുതെയാണ്. നല്ല ടെൻഷനുണ്ട്. പരീക്ഷയ്ക്ക് പോലും ഇത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആശാൻ്റെ ആദ്യത്തെ പരീക്ഷണം സക്സസ് ആയിരുന്നു. അങ്ങനെ അവൻ്റെ കാരമൽ പുഡിങ് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓൻ്റെ കുറച്ച് ഷുഗർ കൂടുതലാണ്. അങ്ങനെ എൻ്റെത് റെഡിയായോ നോക്കിയിട്ട് എൻ്റെത് ടേസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും ഷുഗർ കുറവാണ്. കുഴപ്പമില്ല, ഓള് 2 പുഡിങ് മിക്സ് ചെയ്ത് കഴിക്കട്ടെ. അപ്പോൾ ഷുഗർ കറക്റ്റ് ആവുമല്ലോ. രാവിലെ പുഡിങ് ഉണ്ടാക്കാൻ അടുക്കളയ്ക്ക് നമ്മൾ വൈകുന്നേരം അറിഞ്ഞിട്ടേ ഇല്ല. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. ഓള് നല്ലോണം ഞെട്ടീനും. കാരണം എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഓള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഓളെ കുറ്റം പറഞ്ഞും കാര്യമില്ല, എനിക്ക് തിന്നിട്ടാണല്ലോ ശീലം. ഓള് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലുണ്ട് എന്നാ പറഞ്ഞത്. നല്ലുണ്ട് എന്നാണോ ഇനി
എന്നാന്നോന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം സെറ്റായിരുന്നു. ഉണ്ടാക്കിയ പുഡിങ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെന്ന് കിട്ടിയല്ലോ, അതന്നെ വലിയ സമാധാനം. അപ്പം നമ്മളോളും ഹാപ്പിയാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ, ലവ് യു.